എന്തൊക്കെയോ പറയുന്നു അല്ലേ? പക്ഷെ ഇന്ന് അരനാവ് പോലുമില്ലാത്ത മൂകൻ ആംഗ്യം കാണിച്ചാലും സാധാരണക്കാരന് മനസ്സിലാവും ഇത് എന്താണ് എന്ന്. കാരണം ഇതിന്റെ വേദന നമ്മൾ ഇന്ന് നേരിട്ട് കാണുക. സ്വന്തം കിടപ്പാടത്തിനപ്പുറം സാധാരണ ഒരു മനുഷ്യന്റെ ചിന്ത ചിന്തിക്കുക, അതിനപ്പുറം അവന്റെ സ്വാഭിമാനം, അവന്റെ ജീവിതത്തിന്റെ എല്ലാം അതുമായി ബന്ധപ്പെട്ടില്ല. ഇപ്പൊ കേരളത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി ഇന്നും പാടിപ്പുകഴ്ത്തുന്നത് ഇത് കേരളമാണ്, ഇത് കേരളമാണ് എന്ന് പറയാനുള്ള അടിസ്ഥാന കാരണം ഇവിടെയാണത്രേ ഇന്ത്യയിൽ ആദ്യമായി ഭൂപരിഷ്കരണം നടത്തിയത്. എന്ന് പറഞ്ഞാൽ സർവ്വസാധാരണക്കാരൻ ഒരു തുണ്ട് ഭൂമിയുടെ ഉടമസ്ഥനാണ്. അതാണ് ഭൂപരിഷ്കരണത്തിന്റെ കർഷക ബന്ധ ബില്ലാണെങ്കിലും ഭൂപരിഷ്കരണ നിയമം എല്ലാറ്റിന്റെയും മെച്ചം എന്ന് പറഞ്ഞാൽ സർവ്വസാധാരണക്കാരൻ ഒരു തുണ്ട് ഭൂമിയുടെ ഉടമസ്ഥനാണ്. അതോടുകൂടി അവൻ സ്വാഭിമാനിയായിരുന്നു. അതോടുകൂടി അവൻ ആ അന്തസ്സോടുകൂടി അവൻ പഠിക്കാൻ തുടങ്ങിയത്രേ, അവൻ മുന്നോട്ട് വരാൻ തുടങ്ങിയത്രേ. അങ്ങനെ കേരളത്തിന്റെ ഇന്നത്തെ മാറ്റത്തിന് കാരണമായത് ഈ നടത്തിയ ഭൂപരിഷ്കരണമാണ്. സഖാക്കൾ നടത്തിയ ഭൂപരിഷ്കരണമാണ്. ഭൂപരിഷ്കരണത്തിലൂടെ ഒരു തുണ്ട് ഭൂമിക്ക് അവകാശിയായി, നിഷേധിക്കുന്നില്ല. അപ്പൊ അതിന്റെ മുമ്പോ 1957 അല്ലെ നമ്പൂരിപ്പാടിന്റെ സർക്കാർ വരുന്നതിന് മുമ്പ് ഇവിടെ ഭൂമി ഇല്ലാത്തവരെന്താ ചെയ്തിരുന്നത്? അവർക്കൊന്നും കിടക്കാൻ സ്ഥലം ഉണ്ടായിരുന്നു, അവർക്കൊന്നും ചത്താ കിടക്കാൻ സ്ഥലം ഉണ്ടായിരുന്നു, ശ്മശാനം കൊടുത്തിരുന്നു, വേണമെങ്കിൽ ഒരു കുപ്പാടം വെച്ച് കെട്ടാനുള്ള സ്ഥലം കൊടുത്തിരുന്നു, എന്തേലും കൃഷി ചെയ്യണമെന്നുള്ള സ്ഥലം കൊടുത്തിരുന്നു. പക്ഷെ വ്യത്യാസം എന്തുള്ളൂ? അവർക്കതിൽ ഉടമസ്ഥാവകാശം ഉണ്ടായിരുന്നില്ല. ഉടമസ്ഥാവകാശം ജന്മയിൽ നിക്ഷിപ്തമായിക്കൊണ്ട് ഇവിടെ ഒരാള് ഭൂമി ഇല്ലാതെ കടപ്പുറത്ത് പോയി കിടന്നിട്ടില്ല. 57 മുമ്പും അവർക്ക് കിടപ്പാടം കൊടുത്തിട്ടുണ്ട്, കിടപ്പാടുണ്ട്, ചത്താ കിടക്കാനുള്ള ശ്മശാനുണ്ട്, അല്ലെ, കൃഷി ചെയ്യാനുള്ള ഭൂമിയുണ്ട്. പക്ഷെ ഒറ്റ വ്യത്യാസമുള്ളൂ, അതിന്റെ ഉടമസ്ഥത അവർക്കല്ല. തമ്പുരാൻ അഹിതം തോന്നിയാൽ ആ നേരം അവിടുന്ന് വലിച്ച് പുറത്തേക്ക് ഇട്ടാ പോയേ പറ്റൂ. അപ്പൊ എന്താണ് ഭൂപരിഷ്കരണം ഉണ്ടാക്കിയ പ്രത്യേകത? അവനവൻ കിടക്കണ മണ്ണിന്റെ ആധാരം അവനവന്റെ കയ്യിലുണ്ടായി. നാളെ ഒരു തിടുക്കം വന്നാൽ മകളെ കെട്ടിക്കണമെങ്കിൽ, മകനെ പഠിപ്പിക്കണമെങ്കിൽ, ഒരാൾക്ക് ചികിത്സ വേണമെങ്കിൽ ഇത് വേണമെങ്കിൽ കൊണ്ടുപോയി ബാങ്കിൽ വെക്കാം, അല്ലെങ്കിൽ കൊണ്ടുപോയി വിൽക്കാം. ഞാനും 6 അടി മണ്ണിന്റെ അവകാശിയാണ്. ഇത്രയും വ്യത്യാസമുള്ള. അതിന്റെ മുമ്പ് ഇവിടെ താമസിക്കാൻ കിടപ്പാടുണ്ട്, എല്ലാം ഉണ്ട്. ഭൂപരിഷ്കരണത്തിന്റെ മുമ്പ് ഇവിടെ കടൽ തീരത്തൊന്നും ആരും കിടന്നിട്ടില്ല, റോട്ടുപൊക്കത്തൊന്നും. എല്ലാവർക്കും സ്ഥലമുണ്ട്. പക്ഷെ അതിന്റെ ഉടമസ്ഥാവകാശം ഉണ്ടായിരുന്നില്ല. ആ ഉടമസ്ഥാവകാശം അനുവദിച്ചു കൊടുത്തത് ഇത്ര വലിയ വിപ്ലവമാണെങ്കിൽ ഇവിടെ വഖഫ് ഉണ്ടാക്കുന്ന ഭീതി എന്ത്? ഈ ഉടമസ്ഥാവകാശമാണ് ഇല്ലാതാക്കുന്നത്. ഉടമസ്ഥാവകാശമാണ് സ്വാഭിമാനത്തിന്റെ അടിത്തറയെങ്കിൽ, ഉടമസ്ഥാവകാശമാണ് നമ്മളിൽ അന്തസ് ഉണ്ടാക്കുന്നതെങ്കിൽ, ഉടമസ്ഥാവകാശമാണ് നമ്മുടെ എല്ലാ പുരോഗതിക്കും അടിസ്ഥാനമെങ്കിൽ, ആ ഉടമസ്ഥാവകാശമാണ് ഇവിടെ ചോദ്യം ചെയ്യുന്നത്. എന്തേ ഭൂപരിഷ്കരണത്തിന്റെ വക്താക്കൾക്കൊന്നും പറയാനില്ല? 2 തരത്തിൽ ചോദിക്കാനുണ്ട് ഭൂപരിഷ്കരണത്തിന്റെ വക്താക്കളോട്. അപ്പൊ മുനമ്പാണ് കേരളത്തെ വഖഫിലേക്ക് തിരിച്ചത്. മുനമ്പത്ത് ഏക്കർ കണക്കിന് 100 കണക്കിന് ഏക്കറുടെ ഭൂമിയാണ് വഖഫിന്റെ കയ്യിൽ. തളിപ്പറമ്പങ്ങാടിയിൽ 600 ഏക്കർക്ക് വേണമെങ്കിൽ നോട്ടീസ് കൊടുക്കാത്രേ വഖഫിന്റെ. തളിപ്പറമ്പങ്ങാടി ഒറ്റ ചോദ്യമുള്ളൂ, ഇവിടുത്തെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾക്ക് വലത്ത് വെക്കാനുള്ള സ്ഥലം പോലും ബാക്കി വെക്കാതെ ഭൂപരിഷ്കരണത്തിന്റെ പേരിൽ ഭൂമി അളന്ന് പിടിച്ചു കൊണ്ടുപോയവർ അവര് പറയണം എങ്ങനെ ഈ ഭൂമിക്കൊന്നും എന്തേ അന്ന് ഭൂപരിഷ്കരണം വരാഞ്ഞത്? 100 കണക്കിന് 1000 ഏക്കറുകൾ അവകാശവാദം ഉന്നയിക്കുമ്പോൾ ഇത് വഖഫ് ബോർഡിന്റെ ആണെങ്കിൽ, ഇവിടെ മിച്ചഭൂമിയും അല്ലെങ്കിൽ ഭൂപരിഷ്കരണത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ പഴയ തറവാട്ടുകാരുടെ ക്ഷേത്രങ്ങളുടെ ഒക്കെ തന്നെ ഭൂമി പിടിച്ചെടുത്ത് 1000 കണക്കിന് പാട്ടം പിരിഞ്ഞിരുന്ന ക്ഷേത്രങ്ങളെ അവസാനം 10 ഉറുപ്പ്യക്ക് പച്ചരി വാങ്ങാൻ ഗതിയില്ലാത്ത തെണ്ടികളാക്കി മാറ്റുന്ന ഭൂപരിഷ്കരണം. എത്രയോ അമ്പലങ്ങൾ അതോടുകൂടി അടഞ്ഞു. 10 ഉറുപ്പ്യക്ക് പച്ചരി വാങ്ങിയിട്ട് ഭഗവാന് വെള്ളനേദ്യം കൊടുക്കാൻ വഴിയില്ലാത്ത അവസ്ഥയിലേക്ക് ക്ഷേത്ര സ്വത്തുക്കൾ, അവരുടെ വനനിയമം പറഞ്ഞ അവരുടെ വനഭൂമി ഒക്കെ പിടിച്ചെടുത്തപ്പോൾ എന്തേ വഖഫിന്റെ കയ്യിൽ 1000 കണക്കിന് ഏക്കർ കടന്നത്? ആ ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരം പറയാതെ കടന്നു പോകാൻ പറ്റൂ? ഇന്ന് 1000 കണക്കിന് ഏക്കറുടെ മേലാണ് അവർ അവകാശവാദം ഉന്നയിക്കുന്നത്. ഹിന്ദുവിന്റെ ഭൂമി മാത്രമേ മിച്ചഭൂമിയാവുള്ളൂ. ഹിന്ദുവിന് മാത്രമേ വിപ്ലവവും പുരോഗമനവും നവോത്ഥാനവും ഒക്കെ നടപ്പിലാക്കാനുള്ള ബാധ്യതകൾ. അങ്ങനെയാണല്ലോ. നേരത്തെ മാഷ് പറഞ്ഞില്ലേ, നവോത്ഥാനം ശബരിമലയിലല്ലേ നടപ്പാക്കേണ്ടിയിരുന്നുള്ളൂ, വേറെ എവിടെയും നടപ്പാക്കണ്ട. അമ്പലത്തിൽ ഷർട്ട് ഇടാതെ അല്ലെ, ഷർട്ട് ഇട്ട് പോയില്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് വിഷമായി. ഷർട്ട് ഇടണോ ഇടണ്ടോ നമ്മൾ തീരുമാനിച്ചോളൂ ഷർട്ട് ഇടണോ ഇടണ്ടോ എന്നുള്ളത്. ഷർട്ട് ഇടാതെയാണ് ഹജ്ജാജിമാര് ഹജ്ജ് നടത്തുന്നത്.
MLA-മാര് MP മന്ത്രിമാരും വരെ പോകുന്നു. മുഖ്യമന്ത്രിക്ക് ഒരു വിഷമമില്ല. അയ്യേ ഞങ്ങളുടെ MLA MP മന്ത്രി ഷർട്ട് ഇടാതെ ഹജ്ജ് നടത്തുമല്ലോ എന്ന് പറഞ്ഞ് ഒരു വിഷമമില്ല. ഷർട്ട് ഇടാത്ത ഫോട്ടോ ഇവിടെ ഡ്രസ്സ് വെച്ചിട്ടുള്ള ഫോട്ടോ വെച്ച് അവര് ഫേസ്ബുക്കിൽ എന്തിനൊക്കെ ഞങ്ങളിത് ഹജ്ജ് നടത്തുന്നു. എന്റെ പട്ടാമ്പി MLA എന്നൊക്കെ പറഞ്ഞാട്ടല്ലോ വിപ്ലവം കണ്ടുപിടിച്ച ആളാ പട്ടാമ്പി MLA. എന്തൊക്കെ അറിയണ്ടാവും ഒരു പക്ഷേ അല്ലേ. മാങ്തയുടെ ആളാ പറയാം. മാങ്തേ ആസാദി എന്നാണ്. ഏതാണ്ട് മാങ്ങ കിട്ടിയൊന്നും എനിക്കറിയാൻ വയ്യ. ആ ആസാദി പയ്യനാണ് പട്ടാമ്പി MLA. പുള്ളി വരെ ഇത്രയും വലിയ വിപ്ലവകാരി വരെ ആ വേഷത്തിലാണ് ഞാൻ ഉംറയ്ക്ക് പോകുന്നു എന്ന് പറഞ്ഞ് ഫോട്ടോ ഫേസ്ബുക്കിൽ കാര്യമായി പോസ്റ്റ് ചെയ്തപ്പോ ഷർട്ട് ഇട്ടിരുന്നില്ല. ഇവിടെ ഷർട്ട് ഇടണോ വേണ്ടിയോ നമ്മൾ തീരുമാനിച്ചോളൂ. ഭക്തർ തീരുമാനിച്ചോളൂ. അതിനുള്ള ചങ്കൂറ്റൊക്കെ നമുക്കുണ്ട്, അതിനുള്ള ആർജവം നമുക്കുണ്ട്, അതിനുള്ള അറിവും നമുക്കുണ്ട്. അത് ഒരു ക്ഷേത്രത്തിൽ നേരത്തെ പറഞ്ഞ പോലെ അവിടുത്തെ തന്ത്രി, അവിടുത്തെ ആചാര്യന്മാർ, അവിടുത്തെ ഭക്തജനങ്ങൾക്ക് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടെങ്കിൽ അവിടെ ഇരുന്നാൽ തീരുടെ വിഷയമുള്ളൂ. അങ്ങനെ ചർച്ച വേണമെന്നാണ് ചിദാനന്ദപുര സ്വാമി അടക്കമുള്ളവർ മാർഗദർശക മണ്ഡലിന്റെ ഭാഗമായി കഴിഞ്ഞ വർഷം പറഞ്ഞത്. ഓരോ ക്ഷേത്രത്തിലും അങ്ങനെ വേണോ വേണ്ടിയോ ചർച്ച നടത്തുക. വേണോ വേണ്ടിയോ മോളും നല്ല തീരുമാനം എടുക്കേണ്ടത്. അതാത് സ്ഥലത്ത് തീരുമാനം എടുത്തോട്ടെ. അത് പറഞ്ഞു വിട്ട. അപ്പൊ പുരോഗമനമാണെങ്കിലും നവോത്ഥാനമാണെങ്കിലും വിപ്ലവമാണെങ്കിലും എല്ലാം നമ്മുടെ നെഞ്ചത്ത് മാത്രമേ കയറുള്ളൂ എന്നാണ്. വഖഫിന്റെ കയ്യിൽ ആയിരക്കണക്കിന് ഏക്കർ കിടന്നപ്പോൾ ഭൂപരിഷ്കരണത്തിനൊരു കുഴപ്പമില്ല. ഭൂപരിഷ്കരണം പാസ്സാക്കുന്നതിന് മുന്നോടിയായി പാസ്സാക്കിയത് കുടികിടപ്പെന്ന് ഒഴിവാക്കാതിരിക്കാനുള്ള നിയമമാണ്. കുടികിടക്കുന്നവനെ ഇറക്കി വിടാൻ അധികാരമില്ല എന്ന നിയമമാണ് ആദ്യം വന്നത്. മുനമ്പത്ത് ബാധകാവോ? അങ്ങനെ ഇന്ന് നോട്ടീസ് കൈപ്പറ്റിയവർക്കൊക്കെ ഈ നിയമത്തിന്റെ പിൻബലം ഉണ്ടാവോ? ഇല്ല. അപ്പോ ഇതിനൊക്കെ ഉത്തരം പറയാൻ ഇവര് ബാധ്യസ്ഥരല്ലേ? പകരം അവർ ചെയ്തതെന്താ? പകരം ചെയ്തത് വഖഫ് ഭേദഗതി 2024. ഈ ബുദ്ധിമുട്ടുകളുടെ നേരനുഭവത്തിൽ നിന്നാണ് വഖഫിനൊരു ഭേദഗതി ആവശ്യമാണ് എന്ന് കേന്ദ്ര ഗവൺമെന്റിന് തോന്നുകയും അവർ വഖഫ് ഭേദഗതി പാർലമെന്റിൽ അവതരിപ്പിക്കുകയും ചെയ്തത്. ഹിന്ദു ഐക്യവേദി ഒരു പടി കൂടി കടന്നിട്ടാണ് കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്നത് കേട്ടോ. വഖഫ് ഭേദഗതി പാസ്സാക്കണം എന്നല്ല ഹിന്ദു ഐക്യവേദി ആവശ്യപ്പെടുന്നത്. ഈ വഖഫ് നിയമമേ എടുത്തു കളയണം എന്നുള്ളതാണ്. ഒരു സാധാരണക്കാരന്റെ പ്രോപ്പർട്ടിക്ക് എന്തൊക്കെ നിയമാവകാശങ്ങളുണ്ടോ, കോടതി മുഖേന എന്തൊക്കെ പരിഹാരം കാണാൻ സാധിക്കുമോ, അതിനപ്പുറം പ്രത്യേകമായ ഒരു നിയമവും. എങ്ങനെയാണോ ദേവസ്വം ബോർഡിന്റെ സ്വത്തുക്കൾ, എങ്ങനെയാണോ ചർച്ചിന്റെ സ്വത്തുക്കൾ, എങ്ങനെയാണോ എന്റെ സ്വത്ത് നിങ്ങളുടെ സ്വത്ത്, അതിൽ തർക്കം ഉണ്ടായാൽ കോടതി പോവാം, നമുക്ക് രേഖകൾ കാണിക്കാം, നമുക്ക് മേടിക്കാം. ഇതിനപ്പുറം ഒരവകാശവും അധികാരവും കൊടുക്കുന്ന വഖഫ് നിയമം എന്നൊരു പ്രത്യേക സംവിധാനം തന്നെ എടുത്തു കളയണമെന്നാണ് ഈ ആയിരക്കണക്കിന് പൊതുയോഗങ്ങളിലൂടെയും കൊടുക്കുന്ന മെമ്മോറാണ്ടങ്ങളിലൂടെയും ഹിന്ദു ഐക്യവേദി ആവശ്യപ്പെടുന്നത്. ഇങ്ങനൊരു പ്രത്യേക നിയമം തന്നെ വേണ്ട. ഭേദഗതി അല്ല, വഖഫ് നിയമം തന്നെ എടുത്തു കളയണമെന്നാണ് ഹിന്ദു ഐക്യവേദിക്ക് കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെടാനുള്ളത്. കാരണം അങ്ങനെ ഒരു പ്രത്യേകമായ അവകാശം ആർക്കും പാടില്ല. എല്ലാവരും ഇന്ത്യൻ പൗരന്മാരാണ്. ആ പൗരനുള്ള അവകാശം വഖഫ് സ്വത്തുക്കൾക്കും ഉണ്ട്. ഒരു പൗരന്റെ സ്വത്തിനുള്ള അവകാശം വഖഫ് സ്വത്തിനുണ്ട്. കോടതി മുഖേന പരിഹാരം, എങ്ങനെ ഒരാൾ കയ്യേറിയെങ്കിൽ കോടതി പോകാം, കോടതി മുഖേന പരിഹാരം കാണാം. അതല്ലാതെ ആരാണ് വഖഫിന്റെ അവകാശം ഉന്നയിക്കുന്നത്? വഖഫ് ബോർഡ്. ഇത് വഖഫ് സ്വത്താണ്. ബസ് സ്റ്റാൻഡ് അല്ലെ, ഇവിടെ പെരുവണ്ണ ബസ് സ്റ്റാൻഡ് വഖഫ് സ്വത്താണ്. ആരാണ് പറയേണ്ടത്? അത് പറയേണ്ടത് വഖഫ് ബോർഡ്. ആരാ വഖഫ് ബോർഡ്? ഞാനും സുഭദ്രയും അല്ലെ, ഞാനും അപ്പനും സുഭദ്രയും. വഖഫ് ബോർഡ് ആരാ? ഞാനും അപ്പനും സുഭദ്രയും. ഇനി ഇത് വഖഫ് ബോർഡ് പ്രശ്നം പറഞ്ഞാൽ നമുക്ക് ഇതിന്റെ പരാതി കൊണ്ട് ചെല്ലേണ്ടത് എവിടേക്കാ? വഖഫ് ട്രിബ്യൂണലിന്റെ അടുത്തേക്കാണ്. അവിടെയാണ് മേലധികാരി. ട്രിബ്യൂണൽ ആരാ? ഇത് ഞാനും അപ്പനും സുഭദ്രയാണെങ്കിൽ ട്രിബ്യൂണൽ സുഭദ്ര അപ്പനും ഞാനും. ട്രിബ്യൂണല് അപ്പനും ഞാനും സുഭദ്ര. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ച് കളിച്ച് ഏതെങ്കിലും വഖഫ് സ്വത്ത് ഇതുവരെ അല്ല എന്ന് ട്രിബ്യൂണൽ വിധിച്ചിട്ടുണ്ടോ? ഇന്നലെ ഞാന് മലപ്പുറം ജില്ലയില്, അതായത് കോഴിക്കോട് വിമാനത്താവളത്തിന്റെ വലിയ ദൂരെ അല്ലാത്തൊരു സ്ഥലത്ത് ഇന്നലെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. തോട്ടശ്ശേരി അറ എന്ന് പറഞ്ഞ സ്ഥലം. ഒരു പക്ഷേ നിങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവുക തോട്ടശ്ശേരി അറ എന്താണ് അവിടുത്തെ വിഷയം എന്നുള്ളത്. തോട്ടശ്ശേരി അറ എന്നുള്ളത് അവിടുത്തെ ആ സ്ഥലപ്പേര് പോലും അറയ്ക്കൽ ഭഗവതി ക്ഷേത്രത്തിന്റെ. അവിടുത്തെ വില്ലേജ് ഓഫീസിലെ, അവിടുത്തെ ലാൻഡ് ട്രിബ്യൂണലിലെ എല്ലാ റവന്യൂ രേഖകളിലും നല്ല പച്ച മലയാളത്തിൽ അറയ്ക്കൽ ദേവി ഭഗവതി ക്ഷേത്ര സ്വത്ത്, അറയ്ക്കൽ ഭഗവതി ക്ഷേത്രക്കുളം എന്ന് പച്ച മലയാളത്തിൽ ഒരു ആധാരം വായിച്ച് എനിക്ക് ഇങ്ങോട്ട് ചിലപ്പോൾ മനസ്സിലാവില്ല. കാരണം അതിന്റെ ഭാഷ ചിലപ്പോൾ ഇങ്ങനെ വളഞ്ഞ് മൂക്ക് പിടിക്കണതാവും, കയ്യക്ഷരം വൈദ്യന്റെ കുറിപ്പടിമാരി. അതുകൊണ്ട് ആധാരം വായിച്ചാൽ നമുക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല. ഇത് നല്ല കൃത്യമായി മാപ്പടക്കം വരച്ച്
ഇത്ര സ്ഥലം 2 ഏക്കർ 47 സെന്റ് സ്ഥലം നീക്ക ഭൂമി അറക്കൽ ഭഗവതി ക്ഷേത്രത്തിന്റെ. തൊട്ട അയൽവക്കക്കാരന്റെ പറമ്പിന്റെ അതിർത്തി പറയണു അറക്കൽ ഭഗവതി ക്ഷേത്രത്തിന്റെ അതിർത്തി, അയാളുടെ അതിർത്തി. ഇതിന്റെ 4 പുറത്തുള്ളവരുടെ അതിർത്തി പറയുന്നത് സാധാരണ അതിർത്തി എഴുതുമല്ലോ, എല്ലാം അറക്കൽ ഭഗവതി ക്ഷേത്ര പറമ്പാണ് അതിർത്തി. അറക്കൽ ഭഗവതി ക്ഷേത്ര കുളം 10-37 സെന്റുള്ള അറക്കൽ ഭഗവതി ക്ഷേത്ര കുളം ഇങ്ങനെ പച്ചയ്ക്ക് അങ്ങോട്ട് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ആ കുളം ഇപ്പൊ പള്ളിക്കുളം ആണത്ര. ആര് പറഞ്ഞു? വഖഫ് പറഞ്ഞു. വഖഫ് പറഞ്ഞു. ഈ പാവങ്ങൾ 91 കേസും കൂട്ടായിട്ട് പോയി. അത് അങ്ങനെ നീക്കി. അപ്പോഴേക്കും 95 വഖഫ് ഭേദഗതി വന്നപ്പോ ഈ സാധനം കൊണ്ട് പിന്നെ കോടതിയിലേക്കല്ല പോണ്ടത്, പിന്നെ പോണ്ടി വന്നത് വഖഫ് ട്രിബ്യൂണലിന്റെ മുമ്പിലേക്കാണ്. ട്രിബ്യൂണൽ വിധിച്ചു ഇത് വഖഫ് സ്വത്താണ്. എല്ലാ റവന്യൂ രേഖകളിലും അറക്കൽ ഭഗവതി ക്ഷേത്ര ഭൂമി, അറക്കൽ ഭഗവതി ക്ഷേത്ര കുളം എന്ന് പച്ച മലയാളത്തിൽ കിടക്കുന്നത് വഖഫ് ഭൂമിയാണെന്ന് വഖഫ് ട്രിബ്യൂണൽ വിധിച്ചു. വഖഫ് ചെയ്യണമെങ്കിൽ ആരെങ്കിലും വഖഫ് ചെയ്യണ്ടേ? അവിടെ ആരാ വഖഫ് ചെയ്തത്? പടച്ചോ നേരിട്ട് കയ്യേറിയതാ? ഒരാൾ വഖഫ് ചെയ്യണല്ലോ, എന്റെ ഭൂമി ഞാൻ ഇതായിട്ട് കൊടുക്കണു വഖഫിന്. അങ്ങനെ ആരും ഇല്ല. അങ്ങനെയൊന്നും വഖഫ് ബോർഡിന് പറയാനില്ല, വഖഫ് ട്രിബ്യൂണലിന് പറയാനില്ല. പക്ഷെ വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ചു എന്ന ഒറ്റ കാര്യം കൊണ്ട് വഖഫ് ട്രിബ്യൂണൽ വിധിച്ചു കളഞ്ഞു അത് വഖഫ് സ്വത്താണ്. അവസാനം ഇതുമായിട്ട് അവർ ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതിയിൽ പോയപ്പോ ചെറിയ ദേവിയുടെ അനുഗ്രഹം എന്ന് പറയാം. അവിടെ ഹൈക്കോടതിക്ക് എന്താ ചെയ്യാൻ പറ്റിയെന്ന് അറിയാം. അവർക്ക് പറയാൻ വന്ന 91 കേസിന് പോയോണ്ട് 95 ഭേദഗതി ഇതിന് ബാധകമല്ല. 95 വഖഫ് ഭേദഗതി ഇവര് 91 പോയോണ്ട് ബാധകമല്ല, അതുകൊണ്ട് ഇത് വഖഫ് സ്വത്തല്ല എന്ന് ഹൈക്കോടതി വെച്ച്. 91 പാവങ്ങൾ പോയില്ലായിരുന്നെങ്കിലോ, 91 അവര് കേസിന് പോയില്ലായിരുന്നെങ്കിലോ 95 ഭേദഗതി വെച്ച് ഈ 2 ചില്ലാൻ ഏക്കറി ഈ കുളം ക്ഷേത്രക്കുളവും വഖഫ് സ്വത്താണ്. ഇതെന്താ വെള്ളരിക്കാൻ പറ്റും? ആലോചിച്ചു നോക്ക്. നമ്മള് 95 ഭേദഗതിയിൽ വഖഫാക്കാൻ എങ്ങനെ നേരത്തെ ഇവിടെ പറഞ്ഞ പോലെയാണ്. ഇന്റെ ഉപ്പൂപ്പ അത് വഖഫാക്കണം എന്നുള്ളത് അയലോക്കത്തെ ഉപ്പൂപ്പാന്റെ അല്ലെ 4ാമത്തെ ബീവിയുടെ 3ാമത്തെ മകൻ കേട്ടിട്ടുണ്ട് പറയണത്. പറഞ്ഞാൽ മതി. പണ്ട് മുള്ളിത്തെറിച്ച ബന്ധം എന്നൊക്കെ പറയുമല്ലോ. ഇന്റെ ഉപ്പൂപ്പ അത് അല്ലെ വഖഫ് ചെയ്യണമെന്ന് ഉപ്പൂപ്പാന്റെ അയലോക്കത്തെ ആളെ ഉപ്പൂപ്പാന്റെ ബീവിയുടെ 4ാമത്തെ ബീവിയുടെ 3ാമത്തെ ബീവിയുടെ 4ാമത്തെ മകൻ കേട്ടു എന്ന് പറഞ്ഞാൽ വഖഫാണ്. രേഖ വേണ്ട. നമ്മളാണ് ജനാധിപത്യത്തെ പറ്റി പറയുന്നത്, നമ്മളാണ് ഇന്ത്യൻ ഭരണഘടന വെച്ച് നടക്കുന്നത്. രേഖ വേണ്ട, ഈ രേഖ മതി. വിയറ്റ്നാം കോളനിയിൽ ശങ്കരാടി പറഞ്ഞ രേഖ ഉണ്ടല്ലോ, ആ രേഖ കയ്യിലുണ്ട് അവിടെ. ഈ രേഖയും ഇതിനപ്പുറം ഒരു രേഖയും വേണ്ട വഖഫിന്. ഇത് ആര് സമർപ്പിച്ചു എന്ന് വേണ്ടേ? അവർക്ക് എങ്ങനെ കിട്ടി? ചോദ്യല്ലേ ഈ ചോദ്യങ്ങൾക്ക് ഒന്നും ഉത്തരം കാണണ്ട. അത് വഖഫാണ് പറഞ്ഞത്. ആ ഭേദഗതിയിൽ ഒന്നുകൂടി ഒരു കെണി കൂടെ ഒപ്പിച്ചു. വഖഫ് ബൈ യൂസ്. ഒന്ന് ആരെങ്കിലും കേട്ടാൽ മതി. 2 വഖഫ് ബൈ യൂസ്, ഉപയോഗം കൊണ്ട് വഖഫായാൽ മതി. വെച്ചാൽ ഒന്നേ ഉള്ളൂ. സംഗതി എളുപ്പം മനസ്സിലാവും. ചെറിയൊരുനാളിനും വലിയൊരുനാളിനും ഒക്കെ എല്ലാരും കൂടി ഒന്നിച്ച് വരുമ്പോ പള്ളിക്കകത്ത് സ്ഥലമില്ല എന്നുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തോ കാരണങ്ങളെ കൊണ്ടോ ഗവൺമെന്റ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നിസ്കരിച്ചോട്ടെ. ഓ ആയിക്കോട്ടെ അല്ലേ? ഈദ്ഗാഹ ഗവൺമെന്റ് ഇന്ന സ്കൂൾ ഇന്നടത്ത് നമ്മൾ പലയിടത്തും ബോർഡ് കാണാം 8 മണിക്ക് കേടുന്നു. ചെറിയൊരുനാളിനും വലിയൊരുനാളിനും നിസ്കരിച്ചു എന്ന ഒരു കാര്യം കൊണ്ട് വേണമെങ്കിൽ വഖഫ് ബൈ യൂസ്, ഉപയോഗം കൊണ്ട് വഖഫാക്കാം. നാളെ വേണമെങ്കിൽ അതിന്റെ മുകളിൽ അവകാശവാദം ഉന്നയിക്കാം. ഏതുപോലെ 10 കിലോമീറ്റർ ചുറ്റളവിൽ ആറ്റുകാലമ്മയ്ക്ക് അമ്മമാർ പൊങ്കാല അർപ്പിക്കാറുണ്ട്. ഈ 10 കിലോമീറ്റർ ഹിന്ദുക്കളുടെ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ആറ്റുകാലമ്മയുടെയാണ്. കാരണം 10 കിലോമീറ്റർ ചുറ്റളവിൽ റോട്ടിലിരുന്നിട്ട് ഞങ്ങൾ കൊല്ലത്തോറും അമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കണമെന്നാണ്. ഇത് ഞങ്ങളുടെയാണെന്ന് പറഞ്ഞാൽ നടക്കുവോ? പള്ളിയിൽ പോയി പറയാൻ പറയില്ല. ഇതിപ്പോ അതന്നെയാ പള്ളിയിൽ പറഞ്ഞാൽ നടക്കും, അമ്പലത്തിൽ പറഞ്ഞാൽ നടക്കില്ല. പണ്ടുള്ളൊരു വെറുതെ അല്ലല്ലോ ഇങ്ങനത്തെ ചൊല്ലൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. പള്ളിയിൽ പോയി പറഞ്ഞോളാനാണ് പണ്ട് പറയാം. അവിടെ പോയി പറഞ്ഞാൽ സംഗതി നടക്കും, അമ്പലത്തിൽ പോയി പറഞ്ഞാൽ നടക്കില്ല. ഇത് തെറ്റാണോ? ചിന്തിക്കൂ. തെറ്റാണെങ്കിൽ നിഷേധിക്കാൻ നിങ്ങൾക്ക്. ഞങ്ങൾ ഈ പറയുന്ന വകുപ്പുകൾ 95 വഖഫ് ഭേദഗതി ഇല്ലേ? അല്ല ചോദിച്ചിട്ട് കാര്യമില്ല. നേരത്തെ ഇവിടെ പറഞ്ഞില്ലേ മറ്റേ CAAക്ക് ഇവിടെ നടന്ന ബഹളങ്ങളൊക്കെ അല്ലെ? ഏത് പൊട്ടക്കടനും വായിക്കാൻ മനസ്സിലാവുന്നതേ ഉള്ളൂ. ഇന്ത്യക്കാരെ സംബന്ധിച്ചല്ല CAA. ഇന്ത്യക്ക് പുറത്തുനിന്ന് വരുന്നവരെ സംബന്ധിച്ചുള്ളതാ CAA. എന്നിട്ട് ഇവിടെ കടടച്ചു പോയില്ലേ? ഇതിപ്പോ നിങ്ങളുടെ നാട്ടുകാരനായ ചേട്ടന് കിടപ്പാടം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയില് ഇവിടെ കടയടക്കാൻ തയ്യാറുള്ള സഹോദരങ്ങളുണ്ടോ? അവർക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ട് ഉണ്ടോ? ആ കിടപ്പാടം നഷ്ടപ്പെടുന്നത് ഹിന്ദുവിനാകാം, മുസൽമാനാകാം, ക്രിസ്ത്യാനിക്കാകാം, മതമില്ലാത്ത ജീവനാകാം.
വേണ്ടി കടയടച്ചു പോകാനുള്ളവർ ആരെങ്കിലും ഉണ്ടോ? പാകിസ്ഥാനിലെ മുസ്ലിമിന് വേണ്ടി ഇവിടെ കടയടച്ചു. പൗരത്വ ഭേദഗതി നിയമത്തിന്റെ സമയത്ത് പാകിസ്ഥാനിലെ മുസ്ലിമിന് വേണ്ടി കടയടച്ചു. ബംഗ്ലാദേശിലെ മുസ്ലിമിന് വേണ്ടി കടയടച്ചു. അഫ്ഗാനിസ്ഥാനിലെ മുസ്ലിമിന് വേണ്ടി കടയടച്ചു. ആ കടയടച്ചവരോട് അന്ന് ഷട്ടർ താത്തിയ കൈകൾക്ക് ഇന്നും നിങ്ങൾക്ക് ശോഷണമൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ, തളർന്നു പോയിട്ടില്ലെങ്കിൽ, നിങ്ങളുടെ തൊട്ട അയൽപ്പക്കക്കാരനെ അവന്റെ കിടപ്പാടത്ത് നിന്ന് ഇറക്കി